ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഗൈസ്, അവൻ്റെ ആ ഒരു വണ്ടി കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, പുള്ളി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോർഷെ കൊണ്ടുവരാൻ. ഗൈസ്, ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പോർഷെ തന്നെയാണ്. എന്തായാലും കാണിച്ചു തരാം ഗൈസ് നമ്മുടെ വണ്ടി ഏതാണെന്ന്. ഗൈസ്, ഇതാണ് നമ്മുടെ ഡ്രോൺ വ്യൂ. ഗൈസ്, ഡ്രോൺ സെറ്റാണ് കേട്ടോ. ഡ്രോൺ എനിക്ക് തോന്നുന്നു വണ്ടി ഇട്ടിട്ട് എവിടെയൊക്കെ വേണമെങ്കിലും പോകുമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഗൈസ് കൊള്ളാം. ഇതേ ഗൈസ്, ഇതാണ് നമ്മുടെ ആ ഒരു പോർഷെ എന്ന് പറഞ്ഞാൽ. ഗൈസ്, ഇത് പോർഷെ 911 GT RS എന്നാണ് ഗൈസ് ഇതിൻ്റെ പേര്. ഗൈസ്, ഇത് ഏകദേശം 2019 മോഡലാണ്. നമ്മൾ വണ്ടി ഫുൾ അപ്ഗ്രേഡ് ചെയ്ത് പണിതിട്ടുണ്ട്. ഗൈസ്, ഇതിൻ്റെ അവസാനം നമ്മൾ ഇത് എത്ര കിലോമീറ്റർ സ്പീഡ് കയറുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുള്ള നമ്മൾ ട്രാക്കിലോട്ട് പോകുന്നുണ്ട്. ഗൈസ്, എന്തായാലും കൊള്ളാം. ഗൈസ്, ഇതുപോലത്തെ ഏതെങ്കിലും വണ്ടിയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഇതേതെങ്കിലും ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം, നമുക്കൊന്ന് കളിക്കുക. ഗൈസ്, ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. ഗൈസ്, എന്തായാലും കൊള്ളാം. അത് വണ്ടി നല്ല സെറ്റാണ്. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത്. ഗൈസ്, നമുക്ക് നേരെ ട്രാക്കിലേക്ക് പോവാം. ഏകദേശം 11.4 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അവിടെ ഗൈസ് ഈ ഒരു വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന പോക്ക് വേറെ ലെവലായിരിക്കും. നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെ ഗൈസ് നമ്മൾ പോകും. കാരണം നമ്മൾ മാക്സിമം വീഡിയോക്ക് ലെങ്ത് കുറയ്ക്കത്തേ ഉള്ളൂ ഗൈസ്. ഒത്തിരി ലെങ്ത് കൂട്ടാൻ നോക്കത്തില്ല. നമുക്ക് നേരെ അങ്ങോട്ട് വണ്ടി എടുക്കാം ഗൈസ്. ഈ സാധനം കൊള്ളാം കേട്ടോ. നമ്മൾ വണ്ടി കൊള്ളാം, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. നമ്മൾ വണ്ടി ഫുള്ള് പണിതിട്ടുണ്ട് ഗൈസ്, എല്ലാം പണിതിട്ടുണ്ട്. എൻജിനാണെങ്കിൽ കയറി എല്ലാം ചെയ്തിട്ടുണ്ട്. ടെർബോയും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെന്ത് പറയുക, നമ്മൾ ടയറും ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെയാണ് ഗൈസ്. ഇതിൻ്റെ അടിയിൽ ചള്ള ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഗൈസ്. നമുക്ക് ഈ കരയുടെ ഈ ഒരു ഇതും വെള്ളത്തിൻ്റെ അടിയിലത്തെ ആ ഒരു ടൈപ്പ് ചള്ളയും നമുക്ക് നല്ല രീതിയിൽ എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഗൈസ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വെള്ളം വറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പം വറ്റുമായിരിക്കും, ചിലപ്പോൾ വറ്റത്തില്ലായിരിക്കും. എനിക്ക് തോന്നുന്നു ഗൈസ് വറ്റുമെന്ന് തോന്നുന്നില്ല, ഇത്ര വരെ ആവത്തുള്ളൂ ഗൈസ്. ഇപ്പോൾ വെള്ളം കുറവാണെന്നാണ് എൻ്റെ ഒരു ഇത്, എന്താ പറയുക, ഒരു നിഗമനം. ഇനി നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമ്മുടെ ഈ ഒരു ലുക്ക് കൊള്ളാം. കാരണം നമുക്ക് ഇത്ര നേരം ജസ്റ്റ് ഇതായിട്ട് വരുന്നുള്ളതൊരു മഞ്ഞ് പോലൊക്കെ ആയിരുന്നു ഗൈസ്. ഇപ്പം നമുക്ക് നല്ല രീതിയിൽ സണ്ണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ട് ഗൈസ്. നമുക്ക് നല്ല സെറ്റാണ് ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷം ഗൈസ്. ഇതുവഴി വേണം നമുക്ക് പോകാൻ. ഓക്കെ, നമ്മൾ അകത്ത് വൈപ്പറും കാര്യങ്ങളൊക്കെ ഓണാണ് ഗൈസ്. നമുക്ക് അകത്തുനിന്നൊക്കെ കേൾക്കുമ്പോൾ വേറെ ഒരു സൗണ്ടാണ് നമ്മുടെ ഇതിൻ്റെ ഗൈസ്. ഇപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് ഗൈസ്. ഈ ഗെയിമിന് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റിഫ്ലക്ഷനും കാര്യങ്ങളുണ്ട്. സൂപ്പർ റിഫ്ലക്ഷനാണ് ഈ ഇതിൻ്റെ കാറിൻ്റെ ബോഡിയിൽ നിന്നൊക്കെ കിട്ടുന്നത്. നല്ല സൂപ്പർ റിഫ്ലക്ഷനാണ്. ഇതേ കണ്ടോ ഗൈസ്, കിട്ടിയതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ റോഡിലേക്ക് എടുക്കാം ഗൈസ്. നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ സ്ഥലമൊക്കെ കൊള്ളാം അല്ലേ, അത്യാവശ്യം നല്ല രീതി കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഗൈസ്. നമുക്ക് ഇവിടെ ഒന്ന് അങ്ങോട്ട് പോവാം ഗൈസ്. വണ്ടിയൊന്നും വരുന്നില്ല, ആരും പാഞ്ഞൊന്നും വരുന്നില്ല ഗൈസ്. ഇനിയും ഇവിടെ നിന്നാണ് ഗൈസ് നമ്മൾ വണ്ടി എടുക്കുന്നത് ഗൈസ്. ഓ, സൗണ്ട് സീന ഗൈസ്. ഗൈസ്, നമ്മൾ വണ്ടി കൊണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഗിയറിൽ 130 കയറും കേട്ടോ. ഫസ്റ്റ് ഗിയറിൽ 130. നമ്മൾ സെക്കൻഡ് ഗിയറിൽ എത്ര ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ കാല് കൊടുക്കാം, പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ കാല് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഗൈസ്. സെക്കൻഡ് ഗിയർ 200 കയറും. തേർഡ് ഗിയർ 274 ഗൈസ്. 274 ഉണ്ട് ഗൈസ്. ഇതിൻ്റെ സൗണ്ട് അടിപൊളി കേട്ടോ. നമ്മൾ ഈ കാറിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ സൗണ്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നല്ല രസമാണ്. കാരണം ടെർബോയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കാം ഗൈസ്. നല്ല സൗണ്ടുണ്ട്, നല്ല കിട്ടിലെ സൗണ്ട് തന്നെയാണ് ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ ഡോഡ്ജിൻ്റെ, അയ്യോ സൂപ്പറാണ്. ഡോഡ്ജും സൂപ്പറൊക്കെയാണ്, നൈസാണ്. അത് നല്ല രീതിയിൽ എടുത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. ഡോഡ്ജിൻ്റെ ഒക്കെ മറ്റേ ചാർജറിനൊക്കെ സൗണ്ട്, അയ്യോ കിട്ടിലെ സൗണ്ടാണ് ഗൈസ്. അതൊക്കെ കിട്ടിലെ സൗണ്ട് തന്നെയാണ്. നമ്മളെന്തായാലും കൊള്ളാം. വണ്ടി നമ്മൾ പണിതെടുത്തിട്ടുണ്ട്, സീനൊന്നുമില്ല ഗൈസ്. വണ്ടി സെറ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ നമ്മൾ പണിതിട്ടൊക്കെയുണ്ട്. പിന്നെ ഗൈസ്, ഇത് നമ്മൾ പെയിൻറ്റ് വർക്കും കാര്യങ്ങളും നമ്മളൊരു ഇത് കൊടുത്ത് ചെയ്യിച്ചാണ് ഗൈസ്. നമ്മളൊരിടത്ത് കൊടുത്ത് സെറ്റ് ചെയ്തതാണ്. അതൊന്നും സീനൊന്നുമില്ല ഗൈസ്. നല്ല പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് വണ്ടി ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗൈസ്, പവറൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നമ്മുടെ വണ്ടിക്ക്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം.
ഗൈസിന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ അറിഞ്ഞു പോലും ഇല്ല 11 കിലോമീറ്റർ കഴിഞ്ഞത് ഗൈസ്. അയ്യോ ഇടിച്ചിടിച്ച് ഗൈസിന് ഏകദേശം 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഓ ഗൈസ് വണ്ടി കൺട്രോളിൽ നിന്ന് പോയി ഗൈസ്. ഗൈസ് നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന സമയത്തില്ലേ നമുക്ക് കൺട്രോളും കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടത്തില്ല. അതാണ് ഗൈസ് പ്രശ്നം. അതാണ് നമ്മളിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ നമ്മൾ ഗൈസ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് വേഗം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗൈസ്. ഓക്കെ ഇനി ഇവിടെ അങ്ങോട്ട് ഈ തിരിച്ചങ്ങോട്ട് എടുക്കാം. ഓക്കെ ഗൈസ് ഇനി ഏകദേശം 3.9 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നിങ്ങൾ ഓർക്കണം ഗൈസ്, വേഗം എന്നാണ് നമ്മൾ വന്നത്. നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് വലിയ ലെങ്ത് ഒന്നും ആയിട്ടില്ല ഗൈസ്. നമ്മൾ അത്യാവശ്യം വേഗം തന്നെയാണ് വന്നത്. നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് വേഗം കവർ ചെയ്യുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ ഇരിക്കുന്ന പോർഷയാണ് ഗൈസ്, നല്ല പവറാണ്. എന്തായാലും കൂടുതലും എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ ഈ വണ്ടി കൊണ്ട് പോയിട്ടൊക്കെ കുറേ പേര് ചത്തിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വരയിലൊക്കെ ചാവുമല്ലോ ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇനി 2 കിലോമീറ്റർ 2.6 കിലോമീറ്ററൂടെ ഗൈസ്. ഇതും പടയെന്ന് പറഞ്ഞ് തീരുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ചാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. കാരണം വേറൊരു വണ്ടി വരുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യത്തില്ല ഗൈസ്. കാരണം അയ്യോ ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് വന്നത് ഗൈസ്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇടിച്ച് ഗൈസ്. ഓ ഷിറ്റ് ഗൈസ്, നമ്മളെ വണ്ടി ഇടിച്ച് അടുത്ത പൂന്തോട്ടമൊക്കെ ഇടിച്ച് കളഞ്ഞിട്ടാണ് നിരക്കി. പൂന്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ ടയറിൻ്റെ പാടാന്ന് തോന്നുന്നു ഫുള്ള്. പകുതി പൂന്തോട്ടമൊന്നും ഇല്ല ഗൈസ്. ഗൈസ് നമ്മൾ നമ്മുടെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ഗൈസ് കളി. ഇവിടെ നമുക്ക് പെയ്യെ എടുക്കുക ഈ ട്രാക്കിൽ. ഇത് റൗണ്ട് ബോട്ടമാണ് ഗൈസ്. നമ്മൾ പെയ്യെ ഇവിടൊക്കെ ഒരു സ്പീഡൊക്കെ ഉണ്ട് ഗൈസ്. അവനൊക്കെ പോകുന്നുണ്ടോ, ഇതൊക്കെ എന്തോ അഹങ്കാരമാണ്. നമ്മൾ പെയ്യെ പോവാവും. ഇവിടെ ഒരു നമുക്ക് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ ഈ റൗണ്ട് ബോട്ടമൊക്കെ പോവാം. ഒത്തിരി സ്പീഡിലൊന്നും പോകല്ല ഗൈസ്. നമുക്ക് സ്ട്രെയിറ്റ് റോഡ് പോലല്ല, നമുക്ക് നിയമങ്ങളുണ്ട് ഗൈസ്. അതിനനുസരിച്ചുള്ള ഗൈസ് ഇതിൻ്റെ വണ്ടി. ഓ ഗൈസ് അത് വേണ്ട ബ്രോ ഗൈസ്. അവൻ്റെ വണ്ടി അവനോട് പോകാൻ പറയില്ല ഗൈസ്. അതുകൊണ്ടാണ് പോകുന്നു ഗൈസ്. ഇത് നമ്മൾ ഇവിടെയാണ് നമ്മുടെ വണ്ടി ഗൈസ്. നമ്മുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ട് വെച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. ലുക്കൊക്കെ കൊള്ളാം. നല്ല സൗണ്ടാണ് ഗൈസ്. കിട്ടിയില്ല സൗണ്ടാണ്. ഓ എന്ത് സൗണ്ടല്ലേ, കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. ഒരു ബസ്സൊക്കെ പോകുന്നു. നമ്മുടെ ഈ RPM മീറ്ററാണ് ഗൈസ് ഇതിൽ വലിയ ഇതായിട്ട് കാണിച്ചിരിക്കുന്നത്. സ്പീഡോമീറ്റർ ചെറുതാണ്. നമുക്ക് വണ്ടി കാണാൻ സൂപ്പർ ലുക്കാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. വണ്ടി അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് ഗൈസ്. നമുക്കിനി ആരാണ്ടൊക്കെ അടുത്തൂടെയൊക്കെ പാഞ്ഞൊക്കെ പോകുന്നു ഗൈസ്. ആരൊക്കെയാണെന്ന് പോലും അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ഇച്ചിരി കയറ്റിയിടാം. കാരണം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടുന്നില്ല ഗൈസ്. നല്ലൊരു വ്യൂ കിട്ടുന്നില്ല. ഇവിടെ ഇടാം. ഇവിടെ ഇടുമ്പോൾ സെറ്റാണ് ഗൈസ്. അത് ഇച്ചിരി അകത്തോട്ട് എന്നാലേ നമുക്ക് നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടുന്ന് നമുക്ക് വണ്ടി ഇങ്ങോട്ട് എടുക്കാം ഗൈസ്. നല്ല രീതിയിൽ പവർ കൊടുക്കണം. നല്ല പവർ ഗൈസ്. നല്ല രീതിയിൽ പവർ വന്നാലേ നമുക്ക് വണ്ടി എടുക്കാൻ സുഖമുള്ളൂ. ഓ നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്റ്റാർട്ടിങ് കിട്ടിയില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാർട്ടിങ് അല്ലേ ഗൈസ് എനിക്ക് കിട്ടിയത്. എന്തായാലും പറഞ്ഞു ഗൈസ്. നമ്മൾ 400 ഹിറ്റ് ചെയ്യുമെന്നാണ് നോക്കേണ്ടത്. ഈ ഒരു വണ്ടി നമുക്ക് 400 ഹിറ്റ് ചെയ്യും ഗൈസ്. എനിക്ക് തോന്നുന്നു 400 ഹിറ്റ് ചെയ്യുന്നത്. ഏതോ ഒരുത്തം വന്ന് അവിടുത്തെ മതിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അത് നിങ്ങളാരെങ്കിലും കണ്ടോ എന്ന് എനിക്ക് അറിയപ്പെടാം. അവൻ പറന്നു വന്ന് കയറുന്ന കണ്ടതിലോട്ട് ഗൈസ്. 379 ഗൈസ്. നല്ല സ്പീഡുണ്ട് കേട്ടോ. 5th ഗിയറൊക്കെ വേഗം ഗൈസ്. 400 408 9 10 14 7 ഗൈസ്. 417 ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഗൈസ് 5 ഗിയറേ ഉള്ളൂ. 6 ഗിയർ വരത്തില്ലേ? അപ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിൽ കയറുമായിരിക്കും ഈ വണ്ടി ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 5th ഗിയർ മാത്രം പോരല്ലോ, നമുക്ക് 6th ഗിയറുകൂടെ ഉണ്ടല്ലോ ഗൈസ്. എന്തായാലും ഒരു 6 ഗിയറുള്ള വണ്ടിയല്ലേ. 6 ഗിയർ കാണും ഗൈസ്, ഉറപ്പായിട്ടും കാണും. എന്നിട്ട് ആ ഗിയർ എന്ത് ചെയ്യും ഗൈസ്? ആ ഒരു ഗിയർ മാത്രം ഇടുന്നില്ല ഇതിൽ. 5th ഗിയർ മാത്രമേ ഉള്ളൂ ഗൈസ്. പക്ഷേ ഗൈസ് നമ്മൾ 400 അടിച്ചേട്ടോ. 416
എത്രയോ അടിച്ചിട്ടുണ്ട് ഗൈസ്. ദേ നമ്മുടെ റൗണ്ട് ഓട്ടം വന്നിട്ടുണ്ട്. വേഗം എന്നാണ് ഈ ഒരു റോഡ് കഴിഞ്ഞത് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ പുള്ളി പറഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് പോർഷെ കൊണ്ടുവന്നിരിക്കുന്നത് ഗൈസ്. ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് പറയുക, അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കളിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് കളിക്കാം ഗൈസ്. എന്തായാലും ആരോ പോസ്റ്റൊക്കെ ഇടിച്ചുകൊണ്ട് പോകുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.